قال الإمام أبو بكر بن أبي داود رحمه الله: وقل إنما الإيمان قول ونية وفعل على قول النبي مصرح، وينقص طورا بالمعاصي وتارة بطاعته ينمي وفي الوزن يرجح. ودع عنك آراء الرجال وقولهم، فقول رسول الله أزكى وأشرح. ولا تك من قوم تلهوا بدينهم فتطعن في أهل الحديث وتقدح. إذا ما اعتقدت الدهر يا صاح هذه، فأنت على خير تبيت وتصبح. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സഹോദരങ്ങളെ, ഇന്നത്തെ ഈ മജ്ലിസിൽ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹായിയ എന്ന കവിതയുടെ അവസാന ഭാഗമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ദർസിന്റെ അവസാനത്തെ മജ്ലിസാണിത് ഇൻഷാ അല്ലാഹ്. ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു: وقل إنما الإيمان قول ونية وفعل على قول النبي مصرح صلى الله عليه وسلم، وينقص طورا بالمعاصي وتارة بطاعته ينمي وفي الوزن يرجح. وقلني بريغا إنما الإيمان قول ونية وفعل على قول النبي صلى الله عليه وسلم مصرح. ഈമാൻ എന്നാൽ അത് വാക്കും നിയ്യത്തും പ്രവൃത്തിയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കിൽ വന്നിട്ടുള്ളതുപോലെ. വയൻഖുസു തൗറൻ ബിൽ മആസി, ഈമാൻ കുറയും ബിൽ മആസി, തിന്മകൾ മുഖേന. വതാറതൻ ബിതാഅതിഹി യൻമി, മറ്റു ചിലപ്പോൾ നന്മകൾ കൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട്. വഫിൽ വസ്നി യർജഹു, അത് തൂക്കത്തിൽ വർദ്ധിക്കും. എന്താണ് ഈ പറഞ്ഞത് ഈമാനിനെ കുറിച്ചുള്ള അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. എന്താണ് ഈമാൻ എന്നാൽ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഈമാൻ, ഇസ്ലാം എന്നീ രണ്ട് പദങ്ങൾ കാണാം. ചെറിയ പ്രായം തൊട്ടേ നമ്മൾ ഈമാൻ, ഇസ്ലാം എന്നത് പഠിക്കുന്നുണ്ട്. ഈമാൻ കാര്യങ്ങൾ, അർക്കാനു അൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ, ഉസൂലുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ, ഈമാനിന്റെ അടിത്തറകൾ നമ്മൾ പഠിക്കുന്നു. എത്രയാണ് അർക്കാനുൽ ഇസ്ലാം? എത്രയാണ്? 5. എത്രയാണ് ഉസൂലുൽ ഈമാൻ? 6. ഈമാനും ഇസ്ലാമും ഒരുമിച്ച് പറയപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരേ സിയാഖിൽ ഒരേ സന്ദർഭത്തിൽ അടുത്തടുത്ത് വന്നാൽ, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആന്തരികമായ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളും ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബാഹ്യമായ കാര്യങ്ങളുമായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ, അതേസമയം ഇത് ഒറ്റക്കൊറ്റക്കായി വന്നാൽ, ഈ ഒന്നുകിൽ ഈമാൻ മാത്രം അല്ലെങ്കിൽ ഇസ്ലാം മാത്രം വന്നാൽ, രണ്ടിന്റെയും അർത്ഥം അവിടെ വരും. ഉദാഹരണത്തിന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു: ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അല്ലാഹുവിൽ ദീൻ എന്നാൽ ഇസ്ലാമാണ്. അവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്?
പുറമേക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രം എന്നാണോ? അല്ല, വിശ്വാസവും പുറമേക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളും എല്ലാം ഈമാനും ഇസ്ലാമും അതിൽ ഉൾപ്പെട്ടു. അതേസമയം ഒരേ സിയാഖിൽ ഒരേ സന്ദർഭത്തിൽ അത് പറയപ്പെട്ടാൽ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക ഉള്ളിലുള്ള പ്രവർത്തനങ്ങളും, ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക പുറമേക്ക് കാണാവുന്ന കാര്യങ്ങളുമാണ്. പരിശുദ്ധ ഖുർആനിൽ നോക്കൂ, ഉദാഹരണം, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. ഖാലത്തിൽ അഅറാബു, അഅറാബികൾ, ഗ്രാമീണരായ അറബികൾ വന്നു പറയുന്നു, അമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനുകളായിരിക്കുന്നു എന്ന്. ഖുൽ ലം തുഅ്മിനു, ഇല്ല, നിങ്ങൾ മുഅ്മിനുകളായി എന്ന് പറയേണ്ടതില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഖുൽ, നബിയെ പറയൂ അവരോട്, ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന്. അവിടെ എന്താണ് ഉദ്ദേശം? ഇസ്ലാം എന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങളും ഈമാൻ എന്നത് ഉള്ളിലുള്ള കാര്യങ്ങളുമാണ്. നോക്കൂ, മുസ്ലിം എന്നത് എല്ലാവർക്കും പറയുന്ന പേരാണ്. ഒരാൾക്ക് അവനെ പരിചയപ്പെടുത്തി എന്ത് പറയാം? ഞാൻ മുസ്ലിമാണ് എന്ന് പറയാം, യാതൊരു തകരാറുമില്ല. ഞാൻ മുസ്ലിമാണ്. കാരണം 2 ഷഹാദത്തുകൾ പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായ നിസ്കാരം നിലനിർത്തുന്ന ഏതൊരാൾക്കും ഞാൻ മുസ്ലിമാണെന്ന് പറയാം. അതേസമയം ഞാനൊരു മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞാനൊരു മുഅ്മിനാണ്. അതേസമയം മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അത് പറയേണ്ടതില്ല, മുസ്ലിമാണ്. കാരണം മുഅ്മിൻ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഒരു പടി മുകളിലാണ്. അതിനേക്കാളും മുകളിൽ ആണ് ആര്? മുഹ്സിൻ, ഇഹ്സാൻ ഉള്ളയാൾ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഈ 3 പടികൾ. ഇഹ്സാൻ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുടെ പദവിയാണ് ഇഹ്സാൻ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി യുദ്ധാർജിത സ്വത്ത് അല്ലെങ്കിൽ നബി നൽകിയിരുന്ന സദഖ വിഹിതം വെച്ചപ്പോൾ കുറച്ചു മാത്രം നബി നൽകിയ ഒരാളെ കുറിച്ച് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് എന്താണ് അങ്ങ് വളരെ കുറച്ചു മാത്രം കൊടുത്തത്? അദ്ദേഹം മുഅ്മിനാണ്, ഒരു മുഅ്മിനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുസ്ലിമാ, അതല്ല ഒരു മുസ്ലിമാണോ? സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചു കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, അദ്ദേഹം ഒരു മുഅ്മിനാണ്. നബി, എന്താണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി കൊടുത്തൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ മുസ്ലിമാ, അതല്ല മുസ്ലിമാണോ? വീണ്ടും ഇത് ആവർത്തിച്ചു. എന്തുകൊണ്ടാണത്? അറിയാത്ത ഒരാളെ കുറിച്ച് മുഅ്മിനാണ് എന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ അവനവനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കും. കാരണം അത് ഒന്നുകൂടി മുകളിലുള്ള ഒരു പദവിയാണ്. അപ്പൊ രണ്ടും നോക്കൂ, രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹിജ്റിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തിയ അവരെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. സൂറത്തു ദാരിയാത്തിൽ فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين. فأخرجنا, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി, ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. من كان فيها من المؤمنين, ആരാണോ ആ നാട്ടിൽ മുഅ്മിനുകളായി ഉള്ളത് അവരെ രക്ഷപ്പെടുത്തി. فما وجدنا فيها غير بيت من المسلمين, അവിടെ മുസ്ലിമീങ്ങളുടെ വീടായി ഒരു വീട് മാത്രമേ നാം കണ്ടുള്ളൂ, മറ്റൊരു വീട് മുസ്ലിമീങ്ങളുടെ വീടായി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരേ വീട്ടിനെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്? മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട് ആരുടെ വീടാണ്? മുസ്ലിമീങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞു.
അവിടെയുള്ള മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തി. അവിടെ ഒരൊറ്റ വീടേ ആരുടെ വീടായുള്ളൂ? മുസ്ലിമീങ്ങളുടെ വീടായുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അതായത് ആ വീട്ടിനെ കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ അത് മുസ്ലിമീങ്ങളുടെ വീട് എന്ന് പറഞ്ഞു. കാരണം അവിടെ ആദ്യം പുറമേക്ക് ഈമാൻ അഭിനയിച്ചുകൊണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണ്? ആരായിരിക്കും? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. ലൂത്ത് നബിയുടെ ഭാര്യ ഉണ്ടായിരുന്നു. പുറമേക്ക് ഈമാൻ അഭിനയിച്ചിട്ടാണ് അവിടെ നിന്നത്. അതുകൊണ്ട് ആ വീട്ടിനെ കുറിച്ച് പറയുമ്പോൾ മുഅ്മിനീങ്ങളുടെ വീടെന്ന് പറഞ്ഞില്ല, മുസ്ലിമീങ്ങളുടെ വീടെന്ന് പറഞ്ഞു. എന്നാൽ രക്ഷപ്പെടുത്തിയവരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഫഅഖറജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തി. അവർ രക്ഷപ്പെട്ടില്ല. അവരെ അല്ലാഹു ആ നാട്ടിൽ നശിപ്പിച്ചവരുടെ കൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയെ. ഇപ്പൊ നോക്കൂ, ഇസ്ലാമും ഈമാനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇദാ ഇജ്തമഅ ഇഫ്തറഖ വഇദാ ഇഫ്തറഖ ഇജ്തമഅ. ഒരുമിച്ച് വന്നാൽ രണ്ടിനും രണ്ടർത്ഥമാണ്. വേറിട്ട് വന്നാൽ രണ്ടിന്റെ അർത്ഥവും ഒന്നിൽ തന്നെ ഉൾക്കൊള്ളും. അപ്പൊ നോക്കൂ, ഈമാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നത്തിന്റെ മറുപടി ഇഅ്തിഖാദുൻ ബിൽ ജിനാൻ വഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഈമാൻ എന്നാൽ അത് ഹൃദയത്തിൽ സത്യപ്പെടുത്തലാണ്, നാവ് കൊണ്ട് പറയലാണ്, പ്രവർത്തന അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. ഇത് മൂന്നും ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് മൂന്നും ഈമാനിന്റെ ഘടകങ്ങളാണ്. അഥവാ ഇത് മൂന്നും കൂടിയാലേ ഈമാൻ ആവുകയുള്ളൂ. ചിലർ പറയും ഈമാനിന്റെ പൂർത്തീകരണമാണ് പ്രവർത്തനം എന്ന്. അല്ല, ആ വാദം തെറ്റാണ്. അത് മുർജിയാക്കളുടെ വാദമാണ്. എന്ത്? ഈമാൻ പൂർത്തീകരിക്കാൻ പ്രവർത്തനം വേണം. അല്ല, ഈമാൻ ഉണ്ടാകണമെങ്കിൽ തന്നെ എന്ത് വേണം? അമൽ കൂടിയേ തീരൂ. അമലില്ല എങ്കിൽ ഈമാൻ ഇല്ല, പ്രവർത്തനമില്ല എങ്കിൽ ഈമാൻ ഇല്ല. ഇത് മൂന്നും കൂടിയതാണ് ഈമാൻ. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഈമാൻ ആവുകയുള്ളൂ. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. നിങ്ങൾ നോക്കൂ, ധാരാളക്കണക്കിന് തെളിവുകൾ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്കിതിന് കാണാം. നിങ്ങൾ സഹീഹുൽ ബുഖാരി എടുത്തു മറിച്ചു നോക്കിയാൽ അതിൽ ഒന്നാമത്തെ അധ്യായം ബാബു ബദ്ഇൽ വഹി, അത് കഴിഞ്ഞ ഉടനെ ഇമാം ബുഖാരി കൊണ്ടുവരുന്നത് കിതാബുൽ ഈമാൻ എന്ന അധ്യായമാണ്. അതിൽ ഇമാം ബുഖാരി ധാരാളക്കണക്കിന് ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചത് കാണാം. എന്തു തെളിയിക്കാൻ? പ്രവർത്തനങ്ങൾ ഈമാനിന്റെ ഭാഗമാണ് എന്ന് തെളിയിക്കാൻ. കാരണം ഒരുപാട് പ്രവർത്തനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈമാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, അല്ലാഹു ഖുർആനിൽ വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും എന്ന് പറഞ്ഞത് കാണാം. വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും. അല്ലാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ആയത്ത് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ജുസ് ഖുർആനിൽ തുടങ്ങുന്നിടത്താണ് ആയത്തുള്ളത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പഴയ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച നിസ്കാരത്തിന്റെ സ്ഥിതി എന്താണ്? അത് പാഴായി പോകുമോ? ഇല്ല, അത് അല്ലാഹുവിനനുസരിച്ച് നിസ്കരിച്ചതാണ്. അല്ലാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയുകയില്ല. യാനി സലാത്തക്കും, നിങ്ങളുടെ നിസ്കാരം പാഴാക്കി കളയുകയില്ല എന്നാണ് അവിടെ ഉദ്ദേശം. ധാരാളക്കണക്കിന് മുൻഗാമികളുടെ തഫ്സീർ നമുക്ക് കാണാം. നോക്കൂ, സലാത്തിന്റെ നിസ്കാരത്തെ അല്ലാഹു ഈമാൻ എന്ന് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫ്ദു അബ്ദുൽ ഖൈസ് ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ആമുറുക്കും ബി അർബഅ, 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇതാ ഈ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുഖാരി സഹീൽ കിതാബുൽ ഈമാനിൽ, സഹീൽ ബുഖാരിയുടെ ആദ്യ ഭാഗത്ത് കൊണ്ടുവന്ന ഹദീസുകളിൽ ഒന്നാണ്. അബ്ദുൽ ഖൈസിന്റെ വഫ്ദ് വന്ന സന്ദർഭം. ആ കൂട്ടത്തിലാണ് അശജ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരുന്നത്. ആളുകൾ നബിയെ കാണാൻ തിരക്ക് കൂട്ടി മസ്ജിദിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്റെ വാഹനത്തെ ഒക്കെ കിട്ടി
നല്ല വൃത്തിയായി റാഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹ്, താങ്കളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ. അദ്ദേഹത്തിന്റെ ആ വരവിൽ തന്നെ ആ സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാവരും വെപ്രാളപ്പെട്ട് ബേജാറായി തിരക്കിട്ട് വന്നപ്പോൾ അദ്ദേഹം സമാധാനത്തിൽ സാസ്മയുടെ അരികിലേക്ക് നല്ല റാഹത്തിൽ വന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ താങ്കളിലുണ്ട്. അൽ ഹിൽമു വൽ അനാഹ്. അൽ ഹിൽമു വൽ അനാഹ്. അൽ ഹിൽം, ഹിൽം എന്നാൽ സഹനശീലമാണ്. അനാഹ് എന്നാൽ അവധാനതയാണ്. അതായത് ധൃതി കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാതിരിക്കുക, എടുത്തുചാട്ടം ഇല്ലാത്ത സ്വഭാവം, അതിനാണ് അനാത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് സ്വഭാവങ്ങൾ താങ്കളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അത് ഈ ഗോത്രത്തിന്റെ നിവേദക സംഘമാണ്, അബ്ദുൽ ഖൈസ് ഗോത്രത്തിന്റെ നിവേദക സംഘം, അവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ചോദിച്ചു, നബിയെ, ഈ സ്വഭാവം എനിക്ക് ഞാൻ നേടിയെടുത്തതാണോ അതല്ല അള്ളാഹു എനിക്ക് എൻ്റെ പ്രകൃതിയ നിശ്ചയിച്ചു തന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അള്ളാഹു നിങ്ങളുടെ പ്രകൃതിയ തന്നെ നിങ്ങളിൽ നിശ്ചയിച്ചു തന്നതാണ്. അപ്പം അദ്ദേഹം അള്ളാഹുവിന് സ്തുതി പറഞ്ഞു. അവൻ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവത്തിൽ എന്നെ പടച്ച അള്ളാഹുനാണ്, അത് നൽകിയ അള്ളാഹുനാണ് എല്ലാ സ്തുതി. ആ ഹദീസിൽ പ്രധാനപ്പെട്ടൊരു പാഠമുണ്ട്. എന്താണത്? സൽ സ്വഭാവം നേടിയെടുക്കാൻ സാധിക്കും എന്നത് വലിയ പാഠമാണ്. സുബ്ഹാനല്ലാഹ്, സൽ സ്വഭാവം എന്ന് പറയുന്നത് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്കും തന്റെ ദുഷിച്ച സ്വഭാവത്തിന് മറ്റാരുടെയെങ്കിലും മേൽ പഴിചാരാൻ ഇളവില്ല. നീ എന്താ ഇങ്ങനെ? ഒരാളുടെ ഏതെങ്കിലും ദുഷിച്ച സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ പറയും, എന്ത് ചെയ്യാനാണ്, എൻ്റെ ഉപ്പ ഇങ്ങനെ എടുത്തു, ആ സ്വഭാവമാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോൾ പറയും, കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ, എല്ലാവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെ, എൻ്റെ നാട്ടുകാരെ മൊത്തം സ്വഭാവം ഇങ്ങനെ. എല്ലാവരും ആ സ്വഭാവക്കാരനായാലും ശരി, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പരിശീലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നിനക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇൽമ് എന്നത് പഠിച്ചു മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അത് വെറുതെ കിട്ടൂല. സൂഫികൾ പറയുന്നത് പോലെ വാവൊളിച്ചിരുന്നാൽ ഇൽമു വരികയില്ല. മറിച്ച് അത് പഠിക്കണം, പരിശ്രമിക്കണം, എന്നാലേ കിട്ടുള്ളൂ. യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, ലാ യസ്തതാഉൽ ഇൽമു ബറാഹത്തിൽ ജിസ്ം. തടികേടാകാതെ ഇസ്തിരി ചുളിയാതെ ഇരുന്നാൽ അറിവ് നേടുകയില്ല എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. സഹനശീലം സഹിച്ചു നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതൊരാൾക്ക് സഹിച്ചു നേടിയെടുക്കാൻ സാധിക്കും. മുൻഗാമികളായ സഹനശീലരായ ആളുകളുടെ ചരിത്രം പഠിച്ചാൽ അവരുടെ സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ പരിശ്രമിച്ചാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ദുസ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ്, യാതൊരു സംശയവുമില്ല. അത് എത്ര ഉപ്പാപ്പമാർ വഴി നിനക്ക് കിട്ടിയ സ്വഭാവമാണ് എങ്കിലും ശരി, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. അറബിയിൽ ഒരു കവിതയുടെ ആശയം ഇങ്ങനെയാണ്, നീ എത്ര മോശക്കാരായ ആളുകളുടെ കൂടെ നിന്നാലും ശരി, അഥവാ അവരുടെ കൂട്ടത്തിൽ നീ ജീവിക്കേണ്ടി വന്നാലും, മോശക്കാരുടെ കൂടെ കൂട്ടുകൂടാനല്ല അത്, മറിച്ച് അങ്ങനെ ജീവിക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ നീ അവർക്കിടയിലാണ് ജീവിച്ചു വന്നത് എങ്കിലും നീ നന്മയുടെ ആളായി മാറിയാൽ നീ വേറെ തന്നെ വ്യതിരിക്തനായി നിൽക്കും. കാരണം എന്താണ്? അതിനുള്ള തെളിവാണ് മിസ്ക്, കസ്തൂരി എന്ന് പറയുന്നത് കസ്തൂരിമാനിന്റെ രക്തമാണ്. എന്റെ രക്തമാണ്, അത് കട്ട പിടിച്ചാണ് അവസാനം അത് എന്തായി മാറുന്നത്? കസ്തൂരി. രക്തം പൊതുവെ നല്ലതാണോ? അത് അല്ല, നജസിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണത്. ഒഴുകുന്ന രക്തം എന്നത്, വലിയ തോതിലുള്ള രക്തം എന്നത് ഫിഖ്ഹിയായ വലിയ ചർച്ചകൾ അതിന് പിന്നിലുണ്ട്. ശരി, പക്ഷേ ഈ മ്ലേച്ഛമായ ഇതാണ് രക്തം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കസ്തൂരി അത് രക്തമായിട്ടുകൂടി അതിന്റെ സുഗന്ധം കൊണ്ട് അത് വേറിട്ട് നിൽക്കുന്നു എന്നതുപോലെ. അപ്പൊ നോക്കൂ, പറഞ്ഞു വന്നത്
അബ്ദുൽ ഖൈസ് ഗോത്രം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമുറുക്കും ബി അർബഅ, 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഈമാൻ. വഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, നബി ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയുമോ ഈമാൻ എന്താണ് എന്ന്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, വ ഇഖാമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തുക. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഈമാൻ. ഇത് ഈമാനാണ്. വ ഇതാഉസ് സകാത്ത്, സകാത്ത് കൊടുക്കുക. വസൗമു റമദാൻ, റമദാനിലെ നോമ്പ് എടുത്തു വിട്ടുക. വ അൻ തുഅതു മിനൽ മഗാനിമി അൽ ഖുമുസ്, നിങ്ങൾ ഗനീമത്ത് സ്വത്തിൽ നിന്ന് 5-1 നൽകുകയും ചെയ്യുക. അത് പ്രത്യേകം അവരോട് പറയാനുള്ള കാരണം, അവർ മുസ്ലിം മദീനയിലേക്ക് അവർ വരാൻ അവർക്കിടയിൽ മുദർ ഗോത്രം തടസ്സമായി ഉണ്ടായിരുന്നു. ഇവരുമായി യുദ്ധം ഇടയ്ക്കിടെ ഇവർ നടത്തിയിരുന്നു. അപ്പൊ ഗനീമത്തെ സ്വത്ത് അവർ നേടും. അപ്പൊ അതിൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. ഇതൊക്കെ ഈമാനിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അപ്പൊ നോക്കൂ, ഈമാൻ എന്നാൽ വാക്കും പ്രവൃത്തിയും എല്ലാം അടങ്ങിയതാണ് ഈമാൻ എന്ന് പറയുന്നത്. അത് കൂടും കുറയും, ഈമാൻ കൂടും ഈമാൻ കുറയും. വളരെ വളരെ ശ്രദ്ധിക്കുക. നോക്കൂ, തിന്മയിൽ ആപതിച്ച മോശക്കാരനായ ഒരാളെ മുർജിആക്കൾ പറയുന്നത് പോലെ അയാൾ പൂർണ്ണമായ ഈമാൻ ഉള്ളവനാണ്, അൽ ഈമാനുൽ മുത്ലഖ് ഉള്ളയാളാണ് എന്ന് നമ്മൾ പറയുകയില്ല. അതേസമയം ഖവാരിജുകൾ പറയുന്നത് പോലെ അയാളിൽ മുത്ലഖുൽ ഈമാനും ഇല്ല, കാഫിറായി പോയി എന്നും നമ്മൾ പറയുകയില്ല. മറിച്ച് നമ്മൾ എന്തു പറയും? മുത്ലഖുൽ ഈമാൻ അയാൾക്കുണ്ട്. മുത്ലഖുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ കാഫിറായി. ഈമാനിന്റെ അടിസ്ഥാനപരമായ അംശമാണ്. അതേസമയം അൽ ഈമാനുൽ മുത്ലഖ്, പൂർണ്ണമായ ഈമാൻ അവനില്ല. മറിച്ച് അവൻ മുഅ്മിനും ബി ഈമാനിഹി വഫാസിഖും ബി മഅസിയതിഹി, അവനിലുള്ള ഈമാൻ കൊണ്ട് അവൻ വിശ്വാസിയാണ്, എന്നാൽ അവനിലുള്ള തിന്മകൾ കൊണ്ട് അവൻ ഫാസിഖുമാണ്. ഫാസിഖായ മുസ്ലിം, ഫാസിഖായ വിശ്വാസി, ഇതാണ് അഹ്ലുസ് സുന്നത്ത് പറയുക. അതേസമയം ഈ 2 പിഴച്ച കക്ഷികൾ ഈ രൂപത്തിലാണ് പറയുക. നോക്കൂ നിങ്ങൾ, ഈമാൻ സൽ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടും, തിന്മകൾ കൊണ്ട് ഈമാൻ കുറഞ്ഞു കുറഞ്ഞു പോകും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നോക്കൂ, وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون. ഒരു സൂറത്ത് ഇറങ്ങിയാൽ അവരിൽ ചിലർ മുനാഫിക്കുകൾ പരസ്പരം പറയും, നിങ്ങളിൽ ആർക്കാണ് ഇതുകൊണ്ട് ഈമാൻ കൂടിയത്? എന്നാൽ അല്ലാഹു പറയുന്നു, فأما الذين آمنوا فزادتهم إيمانا, മുഅ്മിനീങ്ങൾ അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. وهم يستبشرون, അവർ സന്തോഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എന്ത്? നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നതിൽ സന്തോഷിക്കണം, അഹ്ലുസുന്നത്തിൽ ഉൾപ്പെട്ടു എന്നതിൽ സന്തോഷിക്കണം. അത് പുണ്യകർമ്മമാണ്, അത് പുണ്യകർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിന്റെ ഔദാര്യത്തിലും അവന്റെ കാരുണ്യത്തിലും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. അവരൊരുമിച്ച് ചേർക്കുന്നതിനേക്കാൾ എല്ലാം നല്ലത് അതാണ്. ഖുർആൻ ലഭിച്ചതിൽ, ഈമാൻ ലഭിച്ചതിൽ സന്തോഷിക്കുക. അത് നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ സന്തോഷം ദീനാണ്, സന്തോഷം ദീനാണ്. ചില വിവരദോഷികൾ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവായി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് മനസ്സിലായില്ലേ? സഹാബത്തിന് മനസ്സിലായില്ലേ? നിങ്ങൾക്കാണോ മനസ്സിലായത്? എവിടെ നിന്നാണ് ഈ സന്തോഷവും വർഷാവർഷം നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഈ ആചാരവും ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ നിങ്ങൾക്കാണോ ഖുർആൻ നന്നായി അറിയുക? അതല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം, മറിച്ച് ഈമാൻ കൊണ്ടുള്ള സന്തോഷമാണ്. അതുപോലെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ والباقيات الصالحات خير عند ربك ثوابا وخير مردا. അല്ലാഹു സന്മാർഗം നേടിയവർക്ക് ഹുദ, സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിൽ പറയുകയുണ്ടായി,
ويخرون للأذقان يبكون ويزيدهم خشوعا. അവർ അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ സുജൂദിൽ വീഴുന്നവരാണ്, അവരുടെ ഖുശൂഅ് വർദ്ധിക്കും. അതൊക്കെ ഹുദ, ഖുശൂഅ് ഇതെല്ലാം ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി فمن لم يستطع فبلسانه ومن لم يستطع فبقلبه وذلك أضعف الإيمان. ആരെങ്കിലും ഒരു മുൻകർ, ഒരു തെറ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടാൽ അവൻ അത് തന്റെ കൈ കൊണ്ട് അത് നീക്കട്ടെ. അതിന് സാധിക്കില്ല എന്നാണെങ്കിൽ നാവ് കൊണ്ട്, അതിനും സാധിക്കില്ല എന്നാണെങ്കിൽ ഹൃദയം കൊണ്ട്. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം. അപ്പൊ നോക്കൂ, ഈമാനിന്റെ ശക്തമായ ഭാഗമുണ്ട്, ദുർബലമായ ഭാഗമുണ്ട് എന്നെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ഇത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴച്ച കക്ഷിയിൽ നമ്മൾ അകപ്പെട്ടു പോകും. ഒന്നുകിൽ ഖവാരിജികളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മുർജിയാക്കളുടെ കൂട്ടത്തിൽ. രണ്ടും വഴിപടച്ച രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കക്ഷികളാണ്. സൂക്ഷിക്കുക, അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക, അതിന് പഠിക്കുക. അടുത്ത വരികൾ എന്താണ്? ودع عنك آراء الرجال وقولهم فقول رسول الله صلى الله عليه وسلم أزكى وأشرح. ودع, നീ ഉപേക്ഷിക്കുക, عنك, നീ നിന്നിൽ നിന്ന് ഉപേക്ഷിക്കുക, നീ തള്ളിക്കളയുക, آراء الرجال وقولهم, ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ വീക്ഷണങ്ങളും എല്ലാം നീ തള്ളിക്കളയുക. فقول رسول الله, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെന്തോ അതാണ് അസ്കാ, ഏറ്റവും പരിശുദ്ധം. വഅശ്റഹു, ഏറ്റവും ശരിയായ വിശാലമായ തുറവി നൽകുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. നോക്കൂ, ഇത് അഹ്ലുസുന്നത്തിലെ ഈ മഹാനായ ഇമാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയണം, നമുക്ക് ചുറ്റും ജീവിക്കുന്ന പിഴച്ച വാദങ്ങൾ പേറുന്ന ശാരികളെ പോലെയുള്ള ആളുകൾ അവരുടെ വിശ്വാസം സ്വീകരിച്ചത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ല, മറിച്ച് ഗ്രീക്ക് ഫിലോസഫികൾ, ഇൽമുൽ കലാം ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? വിശ്വാസ കാര്യങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ലാതെ സ്വീകരിക്കുക. അതാണ് ഇൽമുൽ കലാമിന്റെ വളരെ ലളിതമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മറിച്ച് അവർ പല നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അവർ വിശ്വാസ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ആളുകൾ അവരുടെ അടിസ്ഥാന വാക്പരമായ ആശയങ്ങളിൽ ഒന്നായി പറയാറുണ്ട്, കുട്ടികളെ മദ്രസയിൽ പോലും പഠിപ്പിക്കും. കുട്ടികളെ മദ്രസ പഠിപ്പിക്കാൻ എന്തായിരിക്കും? ഏറ്റവും അടിത്തറയായ അതിൽ നിൽക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കും. അതിനാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക. അവിടെ പഠിപ്പിക്കുന്ന കാര്യമാണ് എന്ത്? അള്ളാഹുവിനെ കുറിച്ച് പറയും, കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അള്ളാഹുവിനെ കുറിച്ച് ആണ് ഈ പറയുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച്. വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇത് എവിടെ നിന്ന് കിട്ടി? എവിടെയാണ് ഖുർആനിലുള്ളത്? എവിടെയാണ് ഹദീസിലുള്ളത്? അല്ല, ഖുർആനിലും സുന്നത്തിലും ഇതിന് തീർത്തും എതിരാണുള്ളത്. ഖുർആനിലും സുന്നത്തിലും ഉള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇരു കണ്ണുകൾ ഉള്ളവനാണെന്നാണ്. അങ്ങനെയാണ് ഖുർആനിലുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ പറഞ്ഞു, വസ്നഇൽ ഫുൽക ബി അയൂനിനാ വവഹീനാ, നമ്മുടെ കൺമുന്നിലായിക്കൊണ്ട് താങ്കൾ കപ്പൽ നിർമ്മിക്കുക. നമ്മുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്ത് മസീഹുദ് ദജ്ജാൽ വരും, അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്നഹു അഅവർ, അവൻ നിങ്ങളുടെ റബ്ബാണെന്ന് പറയും. എന്നാൽ വമാ റബ്ബുക്കും ബിഅഅവർ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല എന്ന് പറഞ്ഞാൽ റബ്ബ് ഇരു കണ്ണുകളുള്ളവനാണ്. അത് ഒരു പടപ്പുകളുടേതും കണ്ണുകൾ പോലെയല്ല, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചത്. നമ്മൾ മുമ്പ് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞ അടിസ്ഥാന പാഠം, മാലിക് പഠിപ്പിച്ച പാഠം, അതിനു മുൻപേ മുൻഗാമികൾ പഠിപ്പിച്ച പാഠം മനസ്സിലാക്കുക. ഐൻ, കണ്ണ് എന്ന് പറഞ്ഞാൽ, കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഗൈറു മജ്ഹൂൽ, അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഐനാൻ എന്നാൽ കണ്ണുകൾ എന്നാണ്. വൽ കൈഫു ഗൈറു മഅഖൂൽ, എന്നാൽ അത് എങ്ങനെയാണ്, അതിന്റെ രൂപം എന്താണ്, അത് നമുക്കറിയില്ല. അതിൻ്റെതായ കൈഫിയത്ത് ഉണ്ട്, പക്ഷെ നമുക്കതറിയില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല.
കാരണം അല്ലാഹു നമ്മൾ കണ്ടിട്ടില്ല, അവനെ പോലെ ആരെയും നാം കണ്ടിട്ടില്ല. അത് വിശ്വസിക്കുക നിർബന്ധമാണ്, ഖുർആൻ സുന്നത്തിലും വന്നതാണ്. അതേക്കുറിച്ച് നിഷേധത്തിന്റെ ചോദ്യം ചോദിക്കുക ബിദ്അത്താണ്. എവിടെ നിന്നാണ് ഈ ഖൗമിന് കിട്ടിയത്? അള്ളാഹുവിന് കണ്ണുകളില്ല എന്ന് റബ്ബിനെ കുറിച്ചാണ് ഈ പറയുന്നത്, ഇല്ല എന്ന്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞത് വ്യക്തമായ തെളിവാണ്. ഇത് എടുത്തത് ഖുർആനിൽ നിന്നല്ല, സുന്നത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ്. കാരണം അവർ ഉണ്ടാക്കി വെച്ച അവർ തന്നെ മെനന്നുണ്ടാക്കിയ ചില നിയമങ്ങളുണ്ട്. എന്താണ്? അള്ളാഹുവിന് ചിലത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പടപ്പിനെ പോലെ ആയി പോകും. അത് അവരുണ്ടാക്കി വെച്ചു. എന്നിട്ട് അവർ തന്നെ ഉണ്ടാക്കി എന്ത്? അവന് 2 കണ്ണുകളുണ്ട് എന്ന് പറഞ്ഞാൽ പടപ്പുകൾക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവൻ പടപ്പിനെ പോലെ ആയി. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. എന്താണ് സംഭവിക്കുന്നത് ഈ വാദത്തിലൂടെ? അള്ളാഹു ഖുർആനിൽ അവനെ കുറിച്ച് പറഞ്ഞത് കുഫറാണ് എന്ന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് പറഞ്ഞത് കുഫറാണ് എന്ന് വരും. കാരണം ഇവർ ഈ പറയുന്നത് വിശ്വസിച്ചാൽ കുഫറാണ് എന്നാണ് അവർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അബദ്ധമാണ്. കാരണം വിശ്വാസം സ്വീകരിക്കാനുള്ള സ്രോതസ് മാറിപ്പോയി. എന്നാൽ വിശ്വാസം മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നിന്നാണ്. അതാണ് ഈ പറഞ്ഞത്. വദഅ അൻക ആറാഅ الرجال وقولهم فقول رسول الله أزكى وأشرح. നീ ആളുകളുടെ വാക്കുകൾ, വീക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിക്കുക. അത് ഏറ്റവും ആദ്യം നാം ആ വിഷയം പരിഗണിക്കേണ്ടത് വിശ്വാസ കാര്യങ്ങളിലാണ്. പിന്നെ ഏതേത് കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യമാകട്ടെ, വളരെ വലുതാകട്ടെ, ചെറുതാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതാണ് നാം സ്വീകരിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തിരിച്ചു പോകേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി താരികുൻ ഫീകും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു ബഅദി കിതാബുല്ലാഹി വസുന്നതി. ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബും, വസുന്നതി, എന്റെ സുന്നത്തുമാണത്. الإمام الأوزاعي عبد الرحمن بن عمرو الأوزاعي رحمه الله അദ്ദേഹം പറഞ്ഞു, عليك بالأثر وإن رفضك الناس. നീ അസർ മുറുകെ പിടിച്ചുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ തലമുറയായ സഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള തെളിവ്, വന്നിട്ടുള്ള സനദ്, വന്നിട്ടുള്ള കാര്യം, അതാണ് അസർ എന്ന് പറയുന്നത്. അസർ എന്നത് വിശാലമായ ഒരു പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഉദ്ദേശിച്ചും സഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളെ ഉദ്ദേശിച്ചും എന്തു പറയും? അസർ എന്ന് പ്രയോഗിക്കും. രണ്ടിനും കൂടി അത് പ്രയോഗിക്കാറുണ്ട്. അത് നീ മുറുകെ പിടിക്കുക. വൈൻ റഫദക الناس, ജനങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞാലും. വഇയ്യാക വആറാ الرجال, മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ, വീക്ഷണങ്ങളെ നീ സൂക്ഷിക്കുക. വൈൻ സഖറഫൂഹു ലക ബിൽഖൗൽ, ജനങ്ങൾ അതിനെ മോടി പിടിപ്പിച്ച് മിനുക്കി ഭംഗി കൂട്ടി നിനക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചാലും. ഫഇന്നൽ അംറ യൻജലി വഅൻത അലാ തരീഖിൻ മുസ്തഖീം, നീ നേരായ പാതയിലാണ് എങ്കിൽ സത്യം അത് തെളിയുക തന്നെ ചെയ്യും. സത്യം ഒരിക്കലും എല്ലാ കാലത്തും മറഞ്ഞിരിക്കുകയില്ല, അത് വെളിച്ചത്ത് വരും. അതിന് അല്ലാഹു തെളിവുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ, ഇതിനുശേഷം ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വലാ തകു മിൻ ഖൗമിൻ തലഹൗ ബിദീനിഹിം ഫതത്അന ഫീ അഹ്ലിൽ ഹദീസ് വതഖദഹു. വലാ തകു മിൻ ഖൗമിൻ, നീ ഒരു കൂട്ടരിൽ അകപ്പെട്ടു പോകരുത്. എങ്ങനെയുള്ളവരാണ് അവർ? തലഹൗ ബിദീനിഹിം, തങ്ങളുടെ ദീൻ കളിതമാശയാക്കിയവരാണവർ. ഫതത്അന ഫീ അഹ്ലിൽ ഹദീസ് വതഖദഹു, അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നീ അകപ്പെട്ട് നീ അഹ്ലുൽ ഹദീസിനെ ചീത്ത പറയുന്നവരാകരുത്. വതഖദഹു, അവരെ കുറ്റം പറയുന്നവരിൽ നീ ഉൾപ്പെട്ടു പോകരുത്. എന്താണ് ഈ പറഞ്ഞത്? നോക്കൂ, ആരാണ് ഈ അഹ്ലുൽ ഹദീസ് എന്നതുകൊണ്ട് മുൻഗാമികൾ ഉദ്ദേശിക്കുന്നത്? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, അതിലൊരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന ഹദീസിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇല്ലം യകൂനു അഹ്ലൽ ഹദീസ് ഫലാ അദ്രി മൻഹും, അത് അഹ്ലുൽ ഹദീസ് അല്ല എങ്കിൽ പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നോക്കൂ, അഹ്ലുൽ ഹദീസാണ് അവർ. അഹ്ലുൽ ഹദീസ് എന്നത് 2 അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അഹ്ലുസുന്ന എന്ന അർത്ഥത്തിൽ,
2 ഹദീസ് പണ്ഡിതന്മാർ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ, ഫുഖഹാക്കളല്ല, മറ്റേതെങ്കിലും വിഷയം പഠിച്ച പണ്ഡിതന്മാരല്ല, മറിച്ച് ഹദീസ് പണ്ഡിതന്മാർ, ഹദീസിലെ റാവിമാരെ കുറിച്ച് അങ്ങേയറ്റം വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ, റാവിമാരെ കുറിച്ചും ഹദീസിൽ വന്ന കാര്യത്തെക്കുറിച്ചും ഫിഖ്ഹുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം ബുഖാരിയെ പോലെ, മുസ്ലിമിനെ പോലെ, ഇമാം അഹ്മദിനെ പോലെ, ഇമാം മാലിക്കിനെ പോലെ ഉള്ള പണ്ഡിതന്മാർ. അവർക്ക് കേവലം ഹദീസിന്റെ റിവായത്തിൽ മാത്രമല്ല അറിവുള്ളത്, മറിച്ച് അതിന്റെ ദിറായത്തിലും അഗാധമായ വിജ്ഞാനമുള്ളവരാണ് അവർ. ഹദീസിന്റെ റിവായത്തിലും ദിറായത്തിലും, റിവായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിന്റെ സനദിന്റെ ഭാഗമാണ്, ദിറായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസിന്റെ മത്ൻ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വന്നിട്ടുള്ള ആ ഭാഗം, അതിലെ പാഠങ്ങൾ എന്താണ്, ഇതിൽ നിന്നും ഉള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഹദീസിന്റെ ദിറായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ എന്നർത്ഥത്തിൽ അഹ്ലുൽ ഹദീസ് എന്ന് ഉപയോഗിക്കും. മറ്റൊരു വാക്ക് എന്താണ്, അഹ്ലുസുന്ന എന്ന അർത്ഥത്തിൽ. അവർ ഹദീസ് പണ്ഡിതന്മാരാണെങ്കിലും അല്ല ഫിഖ്ഹിലെ പണ്ഡിതന്മാരാണെങ്കിലും ആരാണെങ്കിലും അഹ്ലുസുന്ന എന്ന അർത്ഥത്തിൽ. പക്ഷെ സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ആഴമേറിയ വിജ്ഞാനം നേടിയിട്ടുള്ള അഹ്ലുൽ ഹദീസ് എന്നറിയപ്പെട്ട പണ്ഡിതന്മാർ പഴയകാലക്കാരാണെങ്കിലും പിൽക്കാലക്കാരാണെങ്കിലും അവർ ബഹുഭൂരിപക്ഷവും അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ തന്നെ. കാരണം അവർ അവരുടെ ജീവിതം ചെലവഴിച്ചത് എന്തുമായി കെട്ടിമറിഞ്ഞിട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ആയിട്ടാണ് അവരുടെ ഏറ്റവും അധികം ബന്ധം. അതവരെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കും. നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കുക നിങ്ങൾ. എന്നാൽ ഹദീസുമായി ബന്ധം അകന്നിട്ടുള്ള ആളുകളാണ് മിക്കവാറും ബിദ്അത്തിന്റെ നേതാക്കന്മാർ അധികവും. എന്തിന് ഈ ആളുകൾ വലിയ വലിയ പുകഴ്ത്തി തലയിലേറ്റി വെക്കുന്ന പലരും, ഗസാലി, നിങ്ങളൊക്കെ ഗസാലിയെ കുറിച്ചുള്ള പ്രശംസകളും പുകഴ്ത്തലുകളും കേൾക്കാത്തവരുടെ കൂട്ടത്തിൽ കുറവായിരിക്കും. എന്നാ സുബ്ഹാനല്ലാഹ്, ഇമാം നവവിയെ പോലുള്ള ആളുകൾ വരെ പറഞ്ഞത് കാണാം, അദ്ദേഹത്തിന് ഹദീസിൽ അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്ന് അകന്നു പോകുന്നതിനാണ് ഈ പിഴവുകൾ നമുക്ക് ആളുകളിൽ വന്നു ചേരുന്നത് കാണാം. അദ്ദേഹം അവസാന കാലത്ത് ഹഖിലേക്ക് മടങ്ങി സഹീഹുൽ ബുഖാരി നെഞ്ചത്ത് വെച്ചിട്ടാണ് മരണപ്പെട്ടത് എന്നെല്ലാം പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ളത്, അതിൽ പ്രചരിപ്പിക്കപ്പെട്ടത് അഹ്ലുസുന്നത്തിനോട് യോജിക്കാത്ത പല വാക്കുകളും വാചകങ്ങളുമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഒരാൾ എത്രമാത്രം പഠിക്കുന്നുവോ അവൻ സന്മാർഗത്തോടാണ് അടുക്കുക. ചില വിവരദോഷികൾ പറയാറുണ്ട്, കുറേ ഒന്നും പഠിക്കരുത്, ഒരു പരിധി വരെ പഠിക്കാവൂ, കാരണം വല്ലാതെ പഠിച്ചാലാണ് ആളുകൾ വഴിതെറ്റി പോവുക എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ വിവരക്കേടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നീ എത്ര പഠിച്ചാലും, നീ നിന്റെ രാവും പകലും നിന്റെ മണിക്കൂറുകളും നിന്റെ ജീവിതം മുഴുവനും അതിൽ മാറ്റിവെച്ചാലും, നീ പഠിക്കുന്നതിന് അള്ളാഹു നിന്റെ ഹൃദയത്തിൽ സന്മാർഗമല്ലാതെ കത്തിച്ചു തരികയില്ല. സന്മാർഗം മാത്രം. ഹദീസ്. കാരണം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഹുദയുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഈയോട് ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഇമാം മാലിക്കിന്റെ മജ്ലിസിലേക്ക് ചെന്നു എന്നാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത വളരെ ചെറിയ പ്രായത്തിൽ ഇമാം ഷാഫിഈ മനഃപ്പാഠമാക്കി. ഇമാം മാലിക്കിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്റെ ഹൃദയത്തിൽ ഇൽമിന്റെ വെളിച്ചം അത് കൊളുത്തി വെച്ചതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് നീ സൂക്ഷിക്കുക, മഅസിയത്തുകൾ കൊണ്ട്, തിന്മകൾ കൊണ്ട് നീ അതിനെ കെടുത്തി കളയരുത്. ആ വെളിച്ചത്തെ, അറിവിന്റെ വെളിച്ചത്തെ കെടുത്തി കളയരുത്. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയട്ടെ, പഠിച്ച ഖുർആനിന്റെ വെളിച്ചം, ഈ ഇൽമിന്റെ വെളിച്ചം, സുന്നത്തിന്റെ വെളിച്ചം, യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ദീനും ഈ ചെറിയ പ്രായത്തിൽ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരിക. അത് നിസ്സാരമായ കാര്യമല്ല. നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ, ഒന്ന് ചുറ്റും നോക്കിയാൽ 40, 50, 60 വയസ്സ് വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പഠിക്കാതെ നഷ്ടം തിരിഞ്ഞ, എന്നിട്ട് ഒടുവിൽ ഖേദിച്ച്, ഇതാ ഞാൻ ഈ പഠിച്ചതൊന്നുമല്ല അറിവ്, ഈ അശ്അരി മദ്ഹബും ഈ ഫിലോസഫി ഇതൊന്നുമല്ല അറിവ്,
ഖുർആനിലും സുന്നത്തിലും വന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പിന്നെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് അങ്ങേറ്റം ഖേദിച്ച ആളുകളുണ്ട്. എത്ര കാലം വരെ? 40, 50, 60 വയസ്സുവരെ ഈ ഒരു ലക്കും ലഗാനുമില്ലാത്ത വിജ്ഞാനത്തിൽ നേരം ചെലവഴിച്ചു. ഏത് വിഷയത്തിൽ? മറ്റേതെങ്കിലും വിഷയത്തിൽ? അഖീദയിലാണ്, വിശ്വാസ കാര്യത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ഈ പ്രായത്തിൽ 20-ൽ താഴെ അല്ലെങ്കിൽ 20 ചുറ്റിപ്പറ്റിയുള്ള പ്രായം, 10 അടുപ്പിച്ചുള്ള ഈ പ്രായത്തിൽ അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച ദീൻ എന്താണോ, ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം എന്താണോ അത് പഠിപ്പിച്ചു തരാൻ അള്ളാഹു നിങ്ങൾക്ക് ആളുകളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം ശുക്ർ ചെയ്യേണ്ട കാര്യം. കാരണം ഇതിന്റെ വില ഇത് ചില്ലറയല്ല, ഇതിന്റെ വില നിസാരമല്ല. ഇത് അമൂല്യമായ രത്നങ്ങൾ ഇതിന് പകരം നൽകിയാലും അത് അധികമാവുകയില്ല. അത്രയും നമുക്ക് വേണ്ട പരലോകത്ത് അള്ളാഹു ഇതിന്റെ പേരിലാണ് നമ്മെ ചോദ്യം ചെയ്യുക. മാദാ അജബ്തുൽ മുർസലീൻ, അള്ളാഹുവിന്റെ റസൂലുകൾക്ക് നിങ്ങൾ എന്തുത്തരമാണ് നൽകിയത് എന്നതാണ് ചോദ്യം. ഇതിലാണ് നമുക്ക് മരിക്കേണ്ടത്, ഈ വിശ്വാസത്തിലായിക്കൊണ്ട്. ഇതിൽ നിന്ന് തെറ്റിയാൽ നമ്മുടെ മരണം ബലാലത്തിലുള്ള മരണമായി പോകും. അതുകൊണ്ട് എൻ്റെ മുന്നിലുള്ള കുട്ടികളോട് ഞാൻ പറയട്ടെ, ഈ വെളിച്ചം നിങ്ങൾ തിന്മകൾ കൊണ്ട് കെടുത്തിക്കളയരുത്. വൃത്തികേടുകൾ കൊണ്ട്, തോന്നിവാസങ്ങൾ കൊണ്ട്, അശ്ലീലതകൾ കൊണ്ട്, വ്യഭിചാരം കൊണ്ട്, സ്വവർഗരതി കൊണ്ട്, തോന്നിവാസങ്ങൾ കൊണ്ട് ഈ വെളിച്ചത്തെ, ഈ അറിവിന്റെ വെളിച്ചത്തെ നിങ്ങൾ കെടുത്തിക്കളയരുത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൃദയത്തിൽ നൽകിയ യഹൂദ കെടുത്തിക്കളയും. മാലിക് ചെറിയ പ്രായത്തിൽ മുന്നിൽ വന്ന ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ മാസിയത്ത് കൊണ്ട് നീ ഇതിനെ കെടുത്തിക്കളയരുത്, കെട്ടുപോകും. പിന്നെ ആ ഇൽമിന് വെളിച്ചം ഉണ്ടാവുകയില്ല, അത് ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ സന്മാർഗം അതുണ്ടെങ്കിലാണ് അറിവ്, യഥാർത്ഥ അറിവ്, അത് സന്മാർഗം കൂടെയുള്ള അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന അറിവാണ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ ഇൽമു ഖശിയ, അറിവെന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. റബ്ബിനെ കുറിച്ച് നിനക്ക് ഭയമുണ്ടാക്കണം നീ പഠിച്ച വിജ്ഞാനം. അതല്ല എങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. പഠിക്കുന്നതിന് നിനക്ക് അള്ളാഹുവിനെ പേടി വരുന്നില്ലേ? എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. നിന്റെ നീയത്ത് പരിശോധിക്കുക, പഠിക്കുന്ന കാര്യം പരിശോധിക്കുക, ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. എവിടെയോ തകരാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം പഠിക്കുന്നതിന് വരുന്നില്ല എങ്കിൽ, അല്ല സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ കുറഞ്ഞു പോവുകയാണ് എങ്കിൽ കാര്യമായ തകരാറുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, ഈ സന്മാർഗം അത് വെളിച്ചമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് എത്ര പഠിച്ചാലും പഠിക്കുന്നതിന് ഒരാൾക്ക് സന്മാർഗം വർദ്ധിക്കല്ലാതെ അവൻ പഠിച്ചു പോവുകയില്ല. അത് വിവരക്കേടാണ് പറയുന്നത്. ശരിയാണ്, ആ പറഞ്ഞത് ശരിയാകുമോ? എപ്പോ വേണ്ടാത്തത് പഠിക്കാൻ എന്നാൽ ഈ പറഞ്ഞ അശാരി മദ്ഹബും മറ്റതൊക്കെയാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ എത്ര പഠിക്കുന്നോ അത്രയും അവൻ പഠിച്ചു പോവുകയാണ് ചെയ്യുക, നന്നാവുകയല്ല ചെയ്യുക. അവരുടെ നേതാക്കന്മാരായ പലരും അവസാനം പറഞ്ഞിട്ടുള്ളത് അതാണ്. റാസിയെ പോലെയുള്ള ആളുകൾ അവസാന കാലത്ത് പറഞ്ഞത് എന്താണ്? ഇതാ ഈ കണ്ട കാലം മുഴുവൻ ഞങ്ങൾ കുറെ കാലകീലകൾ പഠിച്ചു വെച്ചു എന്നല്ലാതെ ഒന്നും നേടിയിട്ടില്ല. ചിലർ അവരുടെ കൂട്ടത്തിലുള്ള ചിലർ മരിക്കാൻ കാലത്തേക്ക് പറഞ്ഞു, ഇതാ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഉമ്മയുടെ ദീൻ ഏതാണോ അതിൽ ഞാൻ ഇതാ മരിക്കുന്നു, ഉമ്മയുടെ വിശ്വാസം എന്താണ് അതിൽ ഞാൻ മരിക്കുന്നു. ഞാൻ ആ പ്രായമേറിയ വൃദ്ധകളായ സ്ത്രീകളുടെ ഈമാൻ എന്താണ് അതാണ് എൻ്റെ ഈമാൻ. ചിലർ പറഞ്ഞു പഴയ കാലത്തെ കുറ്റാബുകൾ അഥവാ ഇന്നത്തെ മദ്രസകൾ പോലെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന അവിടെയുള്ള കുട്ടികളുടെ ഈമാൻ എന്താണ് അതിലായിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച അശരീഅത്ത് തലയും പാലുമില്ലാത്ത വിജ്ഞാനം അല്ലാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഇത് അവസാനം അവരെ ഒരുതരം ഹൈറത്തിൽ കൊണ്ടെത്തിച്ചു, വെപ്രാളത്തിലും അന്താളിപ്പിലും കൊണ്ടെത്തിച്ചു. അവസാനം അവർ പറഞ്ഞു, ഒന്നും പഠിക്കാത്ത ചില സാധാരണക്കാരുണ്ടാവില്ല, അള്ളാഹു വിശ്വസിച്ച് അങ്ങനെ 5 നേരം നിസ്കരിച്ച് അള്ളാഹിനെ പഠിച്ച് ജീവിച്ച് മരിച്ചു വന്ന ആളുകൾ, അവരുടെ ഈമാനാണ് എനിക്ക് എന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയാണ് അവസാനം. ഈ അവസ്ഥയിൽ ഇവരുടെ നേതാക്കന്മാർ റാസിയെ പോലെയുള്ള അങ്ങേറ്റം ബുദ്ധിശക്തിക്ക് അറിയപ്പെട്ട ആളുകൾ അവസാനം ഇത് പറഞ്ഞിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത്. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിലുള്ള ഹൈറത്ത്, അന്താളിപ്പ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരാളുടെ വാക്കിലും ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. നിങ്ങളെടുത്ത് നോക്കി ഇമാം മാലിക്കിന്റെ, ഇമാം അഹ്മദിന്റെ, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ, പോകട്ടെ ആധുനികരായ പണ്ഡിതന്മാർ ഇബ്നു ബാസിന്റെ, അൽബാനിയുടെ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അവരുടെ വാക്കുകൾ എവിടെയെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കത് കാണുകയില്ല. ഈ പഠിച്ചതൊക്കെ വെറുതെ, എനിക്കൊന്നും തിരിയുന്നില്ല,
അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതുപോലുള്ള വാക്കുകൾ അവർ പറയുകയില്ല. കാരണം പഠിച്ചത് യഥാർത്ഥ വിജ്ഞാനമാണ്. ഖുർആനും സുന്നത്തിനും വന്ന യഥാർത്ഥ വിജ്ഞാനം അത് നമ്മെ വെളിച്ചത്തിലേക്കാണ് നയിക്കുക. അല്ലാതെ അന്താളിപ്പിനും ഒരു തരം ബേജാറിലേക്കുമല്ല നമ്മെ എത്തിക്കുക. ഈ ഖുർആനും സുന്നത്തും അത് യഥാർത്ഥ രൂപത്തിൽ പഠിച്ചാൽ ഒരാളുടെ തുമഅനീനത്ത്, ഒരാളുടെ ശാന്തിയും സമാധാനവും അയാളുടെ ഹൃദയത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുക. അയാളുടെ ഈമാൻ പഠിക്കുന്നതിനെ ഉറച്ചുകൊണ്ടേയിരിക്കും. അയാളുടെ ഖശിയത്ത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാ മാത്രമാണ്. ഇൽമ് എത്ര വർദ്ധിക്കുന്നു അതിനനുസരിച്ച് അവരുടെ ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കും. ഖബറിനോട്, മരണത്തോട് അടുക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കാനുള്ള അവരുടെ പരിശ്രമവും അവരുടെ ആ വിഷയത്തിലുള്ള സൂക്ഷ്മതയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതല്ല കുറഞ്ഞു തലതിരിഞ്ഞു പോവുകയല്ല ചെയ്യുക. വളരെ വളരെ ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക നമ്മൾ. അതാണ് ഈ പറഞ്ഞത്, വലാ തകു ഫീ ഖൗമിൻ തലഹു ബിദീനിഹിം ഫതതഅന ഫീ അഹ്ലിൽ ഹദീസി വതഖദഹു. നീ ഒരിക്കലും തങ്ങളുടെ ദീൻ കൊണ്ട് കളിച്ച അഹ്ലുൽ ഹദീസിനെ ചീത്ത പറഞ്ഞ, കുറ്റം പറഞ്ഞവരെ പോലെ ആകരുത്. അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാണ് അതിന്റെ അർത്ഥം. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അഹ്ലുൽ ഹദീസിനെ കുറ്റം പറയരുത് എന്നതും തൊട്ടു മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പിൻപറ്റുക എന്നതും ഒരുമിച്ച് പറഞ്ഞതിൽ വലിയ പാഠമുണ്ട്. എന്താണ്? അഹ്ലുസുന്നത്തിന്റെ എതിരാളികൾ, പിഴച്ച കക്ഷികൾ, അവരുടെ സ്ഥിരം സ്വഭാവമായിരിക്കും അഹ്ലുസുന്നത്തിനെ കുത്തി പറയലും പരിഹസിക്കലും. കാരണം തെളിവുകൾ കൊണ്ട് അവർക്ക് മറുപടി പറയുക സാധ്യമാവുകയില്ല, പരിഹസിക്കും, എന്തൊക്കെയോ വിളിച്ചു പറയും, ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, ജനങ്ങളെ വെറുപ്പിക്കാനുള്ള പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഇതാ നോക്കൂ നിങ്ങൾ, ഇപ്പൊ അടുത്ത് അങ്ങേറ്റത്തെ ശൈത്താനിയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, സകല കുഫറും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഖാസിമി ഉണ്ടല്ലോ, അയാൾ പറയുകയാണ്, കെ മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം ആരോ പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ച്, അത് പ്രകാശനം ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാണ്, കേരളത്തിൽ വഹാബിസം കൊണ്ടുവന്ന ആളാണ്, മനുഷ്യത്വം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ആളാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? കെ മൗലവി റഹിമഹുല്ലാ. അദ്ദേഹത്തെ കണ്ടറിഞ്ഞിട്ടുള്ള, അദ്ദേഹത്തെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള ഈ നാട്ടിലെ മുസ്ലിമും കാഫറും അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്വഭാവത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ്. എന്നിട്ടാണ് ഇപ്പോ ഈ രൂപത്തിലുള്ള ചില നക്കിറകൾ, ചില നജസുകൾ വന്നിട്ട് പറയുന്നത് കെ മൗലവിക്ക് മനുഷ്യത്വം ഇല്ല എന്ന്. അഹ്ലുസുന്നത്തിനെ ജനങ്ങളെ വെറുപ്പിക്കാൻ, അവരിൽ നിന്ന് അകറ്റാൻ കളവുകൾ പറയും, ചീത്ത പറയും. വഹാബി എന്ന പേര് നോക്കൂ, അഹ്ലുസുന്നത്തിനെ സാധാരണക്കാർക്കിടയിൽ വെറുപ്പിക്കാൻ വേണ്ടി ആണ് ആ പേര് പറയുന്നത്. ആ രൂപത്തിലുള്ള പേരുകൾ പറയുക, അഹ്ലുസുന്നത്തിനെ ഖവാരിജികൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മുർജിയാക്കൾ എന്ന് വിളിക്കുക, ഈ രൂപത്തിലുള്ള പേരുകൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം തെളിവില്ലാത്തവരുടെ ആയുധമാണ്. ചീത്ത വിളിക്കാൻ ആർക്കാണ് പറ്റാത്തത്? തെറി വിളിക്കാൻ എന്ത് ആയുധമാണ് കയ്യിൽ വേണ്ടത്? എന്ത് തെളിവാണ് കയ്യിൽ വേണ്ടത്? തെളിവില്ലാത്തവന്റെ ആയുധമാണ് തെറിവിളി എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അപ്പൊ നോക്കൂ, ബിദ്അത്തിന്റെ കക്ഷികളുടെ സ്വഭാവമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഒരു ബിദ്അത്തുകാരൻ, ദുനിയാവിൽ ഏത് ബിദ്അത്തുകാരനുണ്ടോ അവൻ അഹ്ലുസുന്നത്തിനോട് വെറുപ്പ് വെച്ച് വളർത്തുന്നവനായിരിക്കും എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, സൽ സ്വഭാവം അവരെവിടെയെങ്കിലും പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിന് വേണ്ടിയല്ല. അള്ളാഹുവിന് വേണ്ടിയായിരുന്നു ബിദ്അത്തിന്റെ കക്ഷികൾ സൽ സ്വഭാവവും നല്ല പെരുമാറ്റവും ഒക്കെ പഠിപ്പിക്കുന്നത് എങ്കിൽ അവർ അഹ്ലുസുന്നത്തിനോട് ഇത്രയും ക്രൂരമായി പെരുമാറുമായിരുന്നില്ല. ബിദ്അത്തിന്റെ കക്ഷികൾ അഹ്ലുസുന്നത്തിനോട് അങ്ങേറ്റം മോശമായിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ഒരു സൽ സ്വഭാവവും ഒരു നീതിയും ഒരു മയവും ഒരു കാരുണ്യവും ഒന്നും അഹ്ലുസുന്നത്തിനോട് അവർ കാണിക്കുകയില്ല. അങ്ങേറ്റം മോശമായ പേരുകൾ ഇട്ട് വിളിക്കും, ഇല്ലാത്ത ആരോപണങ്ങൾ പറയും. അപ്പൊ സൽസ്വഭാവം ഇതൊക്കെ പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടി മാത്രം. അള്ളാഹുവിന് വേണ്ടി ആയിരുന്നെങ്കിൽ അത് ആളുകളോട് അവർ നീതി പാലിക്കണം. നോക്കൂ, അഹ്ലുസുന്ന അവരൊരിക്കലും എന്ത് ചെയ്യുകയില്ല, അവരുടെ എതിരാളികളെ കുറിച്ച് ഇല്ലാത്തത് പറയുകയില്ല. ഒരു ഖൗമിനെ കുറിച്ച് അവർക്കില്ലാത്ത വാദം, അവരെത്ര പഴച്ച കക്ഷികളാണെങ്കിലും ഇല്ലാത്തത് പറയാൻ പാടില്ല. അത് അനീതിയാണ്, ദുൽമാണ്. അഹ്ലുസുന്നത്ത് അങ്ങനെ ചെയ്യുകയില്ല, ഉള്ളതേ പറയും. അവർ പറയുന്ന വാദമേ
അവരുടേതായി പറയും. അതല്ലാതെ ഇല്ലാത്തത് തലയിൽ വെച്ച് കൊടുക്കുകയില്ല. ഒരു കാഫിറിനോട് പോലും അഹ്ലുസുന്നത്ത് അത് ചെയ്യുകയില്ല. അവനുള്ള വാദമാണ് പറയുക. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് യഹൂദികളെ കുറിച്ചും ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു, നബിയെ, നീ ഒരു കൂമ്പാരം അവന് വെക്കാൻ കൊടുത്താൽ, സൂക്ഷിക്കാൻ കൊടുത്താലും തിരിച്ചു തരുന്നവർ അവരിലുണ്ട്. നീ ഒരു ദീനാർ കൊടുത്താലും തിരിച്ചു തരാത്തവനുമുണ്ട്. وإن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما. നീ അവന്റെ പിന്നാലെ കൂടിയാലല്ലാതെ തിരിച്ചു തരാത്തവനും അവരിലുണ്ട്. അള്ളാഹു എന്തു പറഞ്ഞില്ല? അവരൊക്കെ ഒരു ദീനാർ കൊടുത്താൽ തിരിച്ചു തരാത്തവനാണ് എന്ന് റബ്ബ് പറഞ്ഞില്ല. മറിച്ച് ഇക്കൂട്ടരും അവരിലുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലാണ് അഹ്ലുസുന്ന. പിഴച്ച കക്ഷികളാകട്ടെ, വഴിതെറ്റിയവരാകട്ടെ, അവരെ കുറിച്ച് ഇല്ലാത്തത് പറയുകയില്ല, ഉള്ളത് മാത്രമേ പറയുകയുള്ളൂ. അവസാനം ഈ കവിത ഇമാം ഇബ്നു അബി ദാവൂദ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: ഇദാ മാ തഖത്ത الدهر يا صاحي هذه فأنت على خير تبيت وتصبح. إذا ما اعتقدت الدهر, നീ എല്ലാ കാലവും വിശ്വസിച്ചാൽ, യാ സാഹി, യാ സാഹി എന്നാൽ യാ സാഹിബി, എന്റെ കൂട്ടുകാരാ, ഇത് ഹാദിഹി, ഇത് നീ എല്ലാ കാലവും വിശ്വസിച്ചാൽ, ഫഅൻത അലാ ഖൈറിൻ, നീ ഖൈറിലായിരിക്കും, തബീതു വതുസ്ബിഹു, രാവും പകലുമെല്ലാം നീ ഖൈറിലായിരിക്കും. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? നീ ഇത് വിശ്വസിച്ചാൽ നീ ഖൈറിലായിരിക്കും, ഇത് വിശ്വസിച്ചാൽ നീ ഖൈറിലായിരിക്കും എന്ന് പറയുന്നത് അദ്ദേഹം ഇത് ഞാൻ എഴുതിയ കവിതയാണ്. എന്റെ ഈ കവിത നീ വിശ്വസിച്ചാൽ നീ ഖൈറിലാകും എന്ന് സ്വയം പുകഴ്ത്തുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വരൂപിച്ചെടുത്തതാണ്. ഇത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച പാഠമാണ്. അതുകൊണ്ട് നീ ഇതിൽ ഉറച്ചു നിന്നാൽ നീ ഖൈറിലായിരിക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. മാത്രമല്ല, ഇദാ മാ തഖത്ത الدهر, എല്ലാ കാലവും നീ ഇതിൽ വിശ്വസിച്ചാൽ, അഥവാ നീ ഇതിലായി ജീവിക്കുകയും ഇതിലായി മരിക്കുകയും ചെയ്യണം എന്ന നസീഹത്ത് അതിലുണ്ട്. കുറച്ചു കാലം ശരിയായ വിശ്വാസം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തലതിരിഞ്ഞു പോവുക, അങ്ങനെ ആയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇ الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. ബാദിറു ബിൽ അഅമാലി ഫിതനൻ, ഫിത്നകൾ വരുന്ന, കുഴപ്പങ്ങൾ വരുന്ന കാലത്ത് നിങ്ങൾ സൽപ്രവർത്തനങ്ങളുമായി മുന്നേറുക. കഖിതഇ الليل المظلم, ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ കണക്കെ ഫിത്നകൾ വരും. യുസ്ബിഹു الرجل مؤمنا ويمسي كافرا, രാവിലെ മുഅ്മിനായിരുന്നവൻ വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും, വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ രാവിലെ കാഫിറായിട്ടുണ്ടാവും. നോക്കൂ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈമാനും കുഫറും മാറി മറിയും. യബിഉ ദീനഹു ബിഅറദിൻ മിന ദുനിയ, ദുനിയാവിന്റെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അവൻ തന്റെ ദീനിനെ വിറ്റുകളയും. അങ്ങനെയുള്ള കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈമാൻ സൂക്ഷിക്കുക, അത് കളഞ്ഞു കുളിക്കാതിരിക്കുക, അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ ഈമാനിൽ പിടിച്ചു നിർത്താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ദുആ ചെയ്യുക. ഖുർആനിൽ നോക്കൂ, റബ്ബന ലാ തുസിഗ് ഖുലൂബന എന്ന ദുആ തൊട്ടതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നോക്കൂ നിങ്ങൾ. റാസിഖൂന ഫിൽ ഇൽം, അഥവാ ഇൽമിൽ ഹൃദയം അടിയുറച്ചിട്ടുള്ള, വേരുറച്ച വിജ്ഞാനമുള്ള ആളുകളുടെ വാക്കായിട്ടാണ് അല്ലാഹു ഖുർആനിൽ അത് പറയുന്നത്. അറിവില്ലാത്ത ജാഹിലീങ്ങളല്ല, അറിവുള്ളവർ പ്രാർത്ഥിക്കുമെന്ത്? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം അല്ലാഹു നീ അതിനെ തെറ്റിച്ചു കളയരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്, നീ റഹ്മത്ത് ഞങ്ങൾക്ക് ഔദാര്യമായി ഏകണമേ, നീയാണ് ധാരാളമായി ഔദാര്യമേകുന്നവൻ. അറിവുള്ളവർ പ്രാർത്ഥിക്കും, കാരണം അവരുടെ അറിവ് ഇതിലേക്കാണ് അവരെ നയിക്കുന്നത്. ഈ കണ്ട ബദാലത്തിന്റെ ആളുകളെ പോലെ നാളെ ആയിപ്പോകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും പേടിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിലുള്ള മനോഹരമായ ചില വരികളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, വജഅൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമാ മിൻ ഖശിയത്തിർ റഹ്മാനി ബാകിയതാനി, നീ നിന്റെ മുഖത്ത് രണ്ട് കണ്ണുകൾ, കരയുന്ന രണ്ട് കണ്ണുകൾ നിശ്ചയിക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നീ കരയുക.
റബ്ബ് സുബ്ഹാനഹു വ തആല പിടിച്ചു വച്ചില്ല എങ്കിൽ കുൻത അയ്ദൻ മിസ്ലഹും, നീയും അവരെ പോലെ ആയിത്തീർന്നേനെ. ഇന്നൽ ഖുലൂബ ബിഅസാബിഇർ റഹ്മാനി, ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നീയും അവരെ പോലെ ആയേനെ. വജഅൽ ലിവജ്ഹിക മുഖലതൈനി കിലാഹുമാ മിൻ ഖശ്യത്തിർ റഹ്മാനി ബാകിയതാൻ ലൗ ശാഅ റബ്ബുക കുൻത അയ്ദൻ മിസ്ലഹും ഇന്നൽ ഖുലൂബ ബിഅസാബിഇർ റഹ്മാനി. അത് നമ്മളെപ്പോഴും ഭയപ്പെടുക, നമ്മൾ ആ രൂപത്തിലായി പോകുമോ, മരണത്തിന് മുൻപ് പഴച്ചു പോകുമോ. ഈമാനോടെ റൂഹ് ശരീരത്തിൽ നിന്ന് പോയാൽ അല്ലാതെ ഒരാൾക്കും നിർഭയനായിരിക്കാൻ അവകാശമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ദുആ ഉണ്ടല്ലോ, പ്രസിദ്ധമായ ദുആ, വജ്നുബ്നി വബനിയ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഫമൻ യഅ്മനു ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം ഇബ്രാഹിം നബി ഇങ്ങനെയാണ് എങ്കിൽ പിന്നെ ആർക്കാണ് പേടിക്കാതിരിക്കാൻ അവസരമുള്ളത്? ഞാനും നിങ്ങളും എല്ലാം പേടിക്കണം എപ്പോഴും, പ്രത്യേകിച്ച് ഇക്കാലത്ത് ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹുവിന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ പിടിച്ചു നിർത്തണേ, ഉറപ്പിച്ചു നിർത്തണേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ. അതുപോലെ കുട്ടികളെ നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത്, എന്നെ കുറിച്ച് എനിക്കറിയാം, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഓരോരുത്തർക്കും അവനവനെ കുറിച്ച് അറിയാം. അൽ മർഉ അദ്റാ ബിനഫ്സിഹി എന്ന അറബിയിൽ ഒരു ചൊല്ലുണ്ട്. ഓരോ മനുഷ്യനും അവനവനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് എന്നെ കുറിച്ച് എനിക്കറിയാം, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്ത്, നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളത്, തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലാണ് നിങ്ങളുള്ളത്. ഇത് തെറ്റാണ്, പലരും നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇത് തെറ്റാണ്, ഇത് പാപമാണ്, അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു വിലക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ അതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് വീണ്ടും വീണ്ടും സംഭവിച്ചു പോകുന്നു. ചിലപ്പോൾ ചിലർക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ ഒഴിവാക്കണം, എങ്കിലും പിന്നെയും ആ തിന്മയിൽ വീണു പോകുന്നു. എങ്കിൽ നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ആ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. യൂസുഫ് നബിയെ ആ പെണ്ണ് ആ മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യത്തിലേക്ക് വിളിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? മഅദല്ലാഹ്, മഅദല്ലാഹ്, അള്ളാഹുവിലാണ് അഭയം. യൂസുഫ് നബിയുടെ ദുആ നോക്കൂ. അതിനുശേഷം ഖുർആനിൽ പറഞ്ഞു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്റിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഇവർ ഈ ക്ഷണിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ജയിലാണ്. നീ എൻ്റെ ഹൃദയം, നീ എന്നെ ഇതിൽ നിന്ന്, ഈ തിന്മയിൽ നിന്ന് തട്ടിത്തിരിച്ചില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ ഈ സ്ത്രീകളിലേക്ക് ചാഞ്ഞു പോകും. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ വിവേകമില്ലാത്ത ജാഹിലീങ്ങളിൽ ഉൾപ്പെട്ടുപോകും. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിന് ഉത്തരം നൽകി. അള്ളാഹു അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് യൂസുഫ് നബി രക്ഷിച്ചു. അള്ളാഹു കേൾക്കുന്നവനാണ്, അവൻ അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകം, റബ്ബേ, ഇതാ ഈ തിന്മയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്യും, മറക്കരുത്. പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ കയ്യൂർത്തി, ദുനിയാവിൽ നമുക്ക് പലതും കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ദുനിയാവിൽ അള്ളാഹു അത് തരണേ, ഇത് തരണേ, പണം തരണേ, അങ്ങനെ തരണേ, ഇങ്ങനെ തരണേ എന്നൊക്കെ ചോദിക്കാറില്ലേ? അതിനേക്കാളും ആദ്യം മുൻപേ ഇത് ചോദിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു എന്നെ നീ നന്നാക്കണേ, എനിക്ക് നീ തഖ്വ നൽകണേ, ഈ തിന്മയിൽ നിന്ന് അതിലകപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നു. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുക. നീ നിന്റെ പ്രശ്നം നിന്റെ ഭാഷയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നീ അത് അറബിയിലാക്കാനോ അതിന്റെ നഹ്വു ഒപ്പിക്കാനോ നിനക്ക് സാധിച്ചില്ല എങ്കിലും അതിന് ബുദ്ധിമുട്ടണ്ട. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, പ്രാർത്ഥനകളിൽ നഹ്വിന്റെ നിയമങ്ങൾ ഒപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അവർക്ക് പ്രാർത്ഥനയിൽ ശ്രദ്ധയാണ് തെറ്റിപ്പോവുക. നിന്റെ ഭാഷയിൽ ദുആ ചെയ്യുക. അള്ളാഹു ഏതു ഭാഷയാണ് അള്ളാഹുവിന് അറിയാൻ തടസ്സം? അള്ളാഹുവിന് തടസ്സമില്ല. മാത്രമല്ല, നിനക്ക് ഖുശൂഅോടെ നന്നായി ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നിന്റെ ഭാഷയിൽ പറഞ്ഞാലാണ് പറയാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ദുആകൾ, അത് പഠിക്കാതെ പ്രാർത്ഥിക്കാൻ, അത് വേറെ കാര്യം. അതിനർത്ഥം നീ നിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണോ? അല്ല. ഈ ഹൃദയം അറിഞ്ഞ് കരഞ്ഞുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ കൂടുതൽ സാധിക്കുക നീ നിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചാലായിരിക്കും. അതും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ, അത് പഠിക്കാതെ വേറെ കാര്യം.
പക്ഷേ സ്വന്തം കാര്യം, സ്വന്തം പ്രശ്നം അള്ളാഹുവിനോട് പറയാൻ മടിക്കരുത്, അവനോട് തേടാൻ മറക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഖൽബ് ഹക്കിൽ, അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ, അതുപോലെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ദുആ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ദുആ അത് മറക്കാതിരിക്കും. അള്ളാഹു അല്ലാതെ ഈ കാലത്ത് നമ്മെ എക്കാലത്തും നമ്മെ സംരക്ഷിക്കാൻ, നമ്മെ നന്മയിൽ നിലനിർത്താൻ മറ്റാരുമില്ല. അള്ളാഹു നമ്മെയും മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ നമ്മെയും ഏവരെയും എല്ലാ മുസ്ലിമീങ്ങളെയും ഖൈറിൽ നിലനിർത്തുകയും നമ്മുടെ ഹൃദയങ്ങൾ അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.